ഓക്കെ, നിങ്ങളുടെ ഈ ചാപ്റ്ററാണ് സീക്വൻസ് ആൻഡ് സീരീസ് ഉള്ള ചാപ്റ്റർ ആണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ ജോമെട്രിക് പ്രോഗ്രഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ മുന്നിൽ നിങ്ങൾക്കൊരു പോർഷൻ കൂടി ഉണ്ട്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കൊണ്ട്. അത് നിങ്ങൾ ഫോക്കസ് ഏരിയയിലില്ല, നിങ്ങളിത് മാത്രം പഠിച്ചാൽ മതി ഈ ചാപ്റ്ററിൽ, ജോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് അറിയും? ഒരു സീക്വൻസും സീരീസും ഇത് നമ്മൾ എടുത്തെടുത്ത ക്ലാസ് അല്ലേ, ഓർമ്മയുണ്ട് ആർക്കെങ്കിലും എന്താണ് സീക്വൻസും സീരീസും? ഓക്കെ ഓക്കെ, അതെ അതെ. ഇപ്പം നമ്മൾ ഒരു സീക്വൻസും സീരീസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുന്നുണ്ട് എപ്പോഴും. സീക്വൻസ് SEQUENC ഓക്കെ, ആൻഡ് സീരീസ്. അപ്പോൾ ഒരു സീക്വൻസ് വെച്ചാൽ ഒരു പ്രോസസ്സിന് ഒരു സീക്വൻസ് ഉണ്ടെന്ന് നോക്കി. ഇപ്പോൾ നമ്മളൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് എഴുതി അതിന് സീക്വൻസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ 2 എന്നുള്ളൊരു നമ്പർ എഴുതി, അടുത്ത നമ്പർ എഴുതുമ്പോൾ ഞാൻ 4 എഴുതി. ഓക്കെ, അടുത്ത നമ്പർ എഴുതുമ്പോൾ എനിക്ക് ഇതൊരു സീക്വൻസിൽ എഴുതാൻ പറ്റില്ലേ? ഈ 4ൻ്റെ കൂടി 2 ആഡ് ചെയ്തു, അപ്പോൾ എത്ര കിട്ടി? എനിക്ക് 6 കിട്ടി. ഓക്കെ, 6ൻ്റെ കൂടിയും 2 ആഡ് ചെയ്തു ഞാൻ, അപ്പോൾ എനിക്ക് 8 കിട്ടി. 8ൻ്റെ കൂടെ 2 ആഡ് ചെയ്തു, എനിക്ക് 10 കിട്ടി. ഇതിനൊരു സീക്വൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. കാരണം 2ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 4 കിട്ടി, 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 6 കിട്ടി, 6ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 8 കിട്ടി, 8ൻ്റെ ഒപ്പം 2 ആഡ് ചെയ്തപ്പോൾ 10 കിട്ടി. ഈ നമ്പേഴ്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഈ നമ്പേഴ്സിന് ഒരു സീക്വൻസ് ഉണ്ടെന്ന്. ഓക്കെ, സോ സീക്വൻസ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. എല്ലാ നമ്പേഴ്സും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇതിന് കോമൺ ഡിഫറൻസ് എനിക്ക് എന്താ പറയാൻ പറ്റുക? കോമൺ ഡിഫറൻസ് ഇതിൻ്റെ 2 ആണ് ഈ ഒരു സീക്വൻസിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സീക്വൻസ് വിളിക്കാൻ പറ്റും. സീരീസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇതിനിടയിൽ ഞാനൊരു പ്ലസ് ഇട്ട് കൊടുത്തു വയ്ക്കാം. ഈ നമ്പേഴ്സിനൊക്കെ ആഡ് ചെയ്യുന്നതാണ് സീരീസ് എന്ന് വെച്ചാൽ. ഓക്കെ, നമ്മൾ എന്താ പറയുക, സീരീസ് ഒക്കെ ഇല്ലേ നമ്മളുടെ വെബ് സീരീസ് എന്നൊക്കെ പറയുന്ന പോലെ കുറേ എപ്പിസോഡുകളുടെ ഒരു കൂട്ടമാണ് ഒരു സീരീസ് എന്ന് വെച്ചാൽ. അല്ലെ, ഒരു സീരീസ് ആണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, വെബ് സീരീസ് എന്ന് വെച്ചാൽ ഒരുപാട് എപ്പിസോഡുകളുടെ ഒരു സീരീസ് ആണ്. അതുകൊണ്ടാണ് നമ്മളതിനെ സീരീസ് വിളിക്കുന്നത്. അതെല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് സീരീസ്. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ പ്ലസ് ഇട്ട് കൊടുത്താൽ അത് സീരീസ് ആയി. ഇതുപോലെ തന്നെ ഇതിപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണിത്. ഓക്കെ, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം ഇതിൻ്റെ ഇടയിലുള്ളത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അല്ലേ, 2ൻ്റെ കൂടെ 2 അരിത്തമെറ്റിക് ആണ്, ആഡ് ചെയ്തിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷെ ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതായത് ഇപ്പോൾ ഞാൻ 2 എഴുതി, അടുത്തത് അതിൻ്റെ ഒപ്പം ഞാൻ 2 മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കാം. ഓക്കെ, 2ൻ്റെ ഒപ്പം 2 മൾട്ടിപ്ലൈ ചെയ്തു, എനിക്ക് 4 കിട്ടി. ഈ 4ൻ്റെ ഒപ്പം ഞാൻ 2 മൾട്ടിപ്ലൈ ചെയ്തു, എനിക്ക് 8 കിട്ടി. 8ൻ്റെ ഒപ്പം 2 മൾട്ടിപ്ലൈ ചെയ്തു, എനിക്ക് 16 കിട്ടി. 16 ഞാൻ 2 മൾട്ടിപ്ലൈ ചെയ്തു, എനിക്ക് 32 കിട്ടി. ഓക്കെ, ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്നല്ല പറയാം, ഇതിൻ്റെ റേഷ്യോ എന്ന് പറയാം. ഇതിൻ്റെ ഓക്കെ, ഈ 2ൻ്റെയും 4ൻ്റെയും റേഷ്യോ ആണ് 2 എന്ന് പറയാം. ഓക്കെ, രണ്ടും വ്യത്യാസമുണ്ട്. ഇത് കോമൺ ഡിഫറൻസ് ആണ് 2, ഇതിൻ്റെ റേഷ്യോ ആണ് 2 എന്ന് വെച്ചാൽ. കാരണം ഞാൻ എന്നിട്ട് ഈ ടൈമിനെ T1 എടുത്തു, ഈ ടൈമിനെ ഓക്കെ ഒരു മിനിറ്റ്, ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഫസ്റ്റത്തെ ടൈമിനെ T1 എടുത്തു, സെക്കൻഡ് ടൈമിനെ ഞാൻ T2 എടുത്തു, തേർഡ് ടൈമിനെ ഞാൻ T3 എടുത്തു, ഫോർത്ത് ടൈമിനെ ഞാൻ T4 എടുത്തു. ഓക്കെ, ഈ ടൈമിനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ എനിക്ക് സെക്കൻഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കിയാൽ T2 ബൈ T1 ചെയ്ത് നോക്കിയാൽ എനിക്ക് 4/2 എത്ര കിട്ടി? 2 കിട്ടി. ഇതാണ് 6. ഓക്കെ, കോമൺ ഡിഫറൻസ് അല്ല പറയാം, റേഷ്യോ 6 ആണ്. എനിക്ക് ഏത് ടൈമും തൊട്ടപ്പുറത്തുള്ള 2 ടൈമും എടുത്താലും എനിക്ക് കോമൺ ഡിഫറൻസ് എപ്പോഴും 6 കിട്ടാം. T4 ബൈ T3 എടുത്ത് നോക്കിയാൽ 16/8, എനിക്ക് അപ്പോഴും 2 അല്ല കിട്ടിയത്. ഇതാണ് കോമൺ റേഷ്യോ എന്ന് പറയുന്ന ടൈം 6. ഇതെപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായ പ്രോബ്ലം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ബേസ് ഐഡിയ ആണ്, തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ ജനറലി റെപ്രസെൻറ്റ് ചെയ്യുക ഇങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ T1 എന്ന് പറഞ്ഞ ടൈം ഉണ്ടെങ്കിൽ അതിനെ ഫസ്റ്റ് ടൈം A എന്ന് പറയും. T2 എന്ന് പറഞ്ഞൊരു ടൈം ഉണ്ടെന്ന് വയ്ക്കാം, T2 എന്ന് പറഞ്ഞൊരു ടൈം ഉണ്ടെന്ന് വയ്ക്കാം, അതിന് നമ്മൾ AR എന്ന് പറയും. T3 എന്ന് വെച്ചാൽ AR². കാരണം ഫസ്റ്റ് ടൈം 2 ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 6 മൾട്ടിപ്ലൈ ചെയ്തു, അല്ലേ, 6 എന്ന് വെച്ചാൽ 2 അല്ലേ, മൾട്ടിപ്ലൈ ചെയ്തു. AR 2ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ എനിക്ക് 4 കിട്ടി. 4ൻ്റെ കൂടിയും 2 മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് AR² വരുന്നത്. പിന്നെയും 6 മൾട്ടിപ്ലൈ ചെയ്തു ഞാൻ, അതാണ് R³. പിന്നത്തേൽ എന്ത് വരും? വീണ്ടും നമ്മളൊരു 6 മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ AR⁴ വരും. ഇതിങ്ങനെ പോയി nth ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A × R⁻n−1 ആയിരിക്കും. എപ്പോഴും ഇങ്ങനെയല്ല വരുന്നത്. ഇവിടെ 2 വന്നാൽ ഇവിടെ 1 ആണ് വരുന്നത്, ഇവിടെ 3 വന്നാൽ ഇവിടെ 2 ആണ് വരുന്നത്, ഇവിടെ 4 വന്നാൽ ഇവിടെ 3 ആണ് വരുന്നത്. അപ്പോൾ nth ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A × R⁻n−1, 1 കുറച്ചിട്ടുള്ളതായിരിക്കും R ൻ്റെ പവർ. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് ജനറൽ ഫോർമുല.
പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് പഠിക്കാനുള്ള ഫോർമുലാസ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ തന്നെയാണ്. ആറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം, nth ടൈം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു, Tn is equal to a into r raised to n minus 1. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സം ഓഫ് n ടേംസ് ഓഫ് എ GP. ഓക്കെ, ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ എഴുതി നോക്കാം. 2, 4, 8, 16, 32 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ എഴുതി നോക്കാം. ഇതിൻ്റെ സമ്മ് കാണാൻ പറയും. അതായത് 2 + 4 + 8 + 16 + 32 പ്ലസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ സമ്മ് കാണാൻ പറയും. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത്ത് ടൈം. അപ്പോൾ S5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ് ആണ് S5 എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ 5 ടൈമിൻ്റെ സം കാണാൻ പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. Sn എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a × 1 - r raised to n whole divided by 1 - r. നിങ്ങൾക്ക് ഇവിടെ 2 ഇക്വേഷൻ കാണാം. ഓക്കെ, ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കിവിടെ കിട്ടിയ ആറിൻ്റെ വാല്യൂ, ആറിൻ്റെ വാല്യൂ ഇവിടെ 2 എന്ന് കിട്ടിയില്ലേ. ഈ ആറിൻ്റെ വാല്യൂ ഇപ്പോൾ 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒന്നിനേക്കാളും വലുതല്ലേ. ഒന്നിനേക്കാളും വലുതായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, 6 അല്ലേ വലുത്. അപ്പം 6 ആദ്യം എഴുതണം. ഓക്കെ, 6 - 1 എഴുതും. ഇപ്പോൾ സപ്പോസ് നമുക്ക് കിട്ടിയ വാല്യൂ വല്ല 1/2 എന്നോ അല്ലെങ്കിൽ 1/3 എന്നോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആറിൻ്റെ വാല്യൂ അത് ഒന്നിനേക്കാളും കുറവാണ്. സോ നമ്മൾ ഫോർമുല മാറ്റി യൂസ് ചെയ്യണം. കാരണം ഇവിടെ 1 ആണ് വലുത്. സോ 1 ആദ്യം എഴുതണം. സോ 1 - r raised to n divided by 1 - r എന്ന് എഴുതണം. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ 2 ഇക്വേഷനും. ആറിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് 2 ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ തലതിരിച്ച് എഴുതുന്നുള്ളൂ. ഓക്കെ, ഇത് രണ്ടും പഠിക്കാം. പിന്നെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലം ചെയ്യുമ്പോൾ. അതായത് കുറേ കൊല്ലമായിട്ട് ചോദിക്കുന്ന പ്രോബ്ലമാണത്. ഇഫ് A, B and C are in GP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ A എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്, B എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്, C എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്, D എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്, F ഇങ്ങനെ ടേംസ് പോയിക്കൊണ്ടിരിക്കുന്നു പറയാം. ഇപ്പോൾ നമ്മൾ പറയുകയാണ് എയും ബിയും സിയും ഡിയും ഒക്കെ GPയിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ആകെ 3 ടേമിൻ്റെ കാര്യം പറയുന്നുള്ളൂ. A, B, C എന്ന് പറഞ്ഞ ഒരു 3 ടേം GPയിലാണെങ്കിൽ B² = AC ആണ്. ഓക്കെ, അതായത് 2, 4, 8 എന്ന് പറഞ്ഞ 3 ടേംസ് GPയിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, 4² എന്ത് പറയാൻ പറ്റും, 8 × 2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, നടുവിലത്തെ സ്ക്വയർ = 8 × അതായത് ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതായത് 4² 16, 8 × 2 16. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് B² = AC എന്ന്. പിന്നെ അടുത്തത് ജോമെട്രിക് മീൻ ഓഫ് A and B ഈസ് √AB. ഇതും പഠിച്ചു വെച്ചോ. ജോമെട്രിക് മീൻ ഇപ്പോൾ എയും ബിയും എന്നുകൊണ്ട് 2 ടേം ഉണ്ട്. ഇതിൻ്റെ ജോമെട്രിക് മീൻ കാണാൻ പറയും. അല്ലെങ്കിൽ 2, 4 എന്ന് പറഞ്ഞിട്ട് ഒരു 2 ടേം ഉണ്ടെന്ന് വയ്ക്കാം. ഓക്കെ, ജോമെട്രിക് പ്രോഗ്രഷൻ ഉണ്ട്. അതിൻ്റെ ജോമെട്രിക് മീൻ കാണാൻ പറയും. ഓക്കെ, ജോമെട്രിക് മീൻ. അപ്പോൾ ജോമെട്രിക് മീൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, √4 × 2 അത്രേ ഉള്ളൂ ജോമെട്രിക് മീൻ. ഈ ഇക്വേഷൻ പഠിച്ച് വയ്ക്കാം. പിന്നെ നമ്മൾ ഇത്രയും നേരം പഠിച്ച സമ്മിൻ്റെ ഇക്വേഷൻ കണ്ടില്ല നിങ്ങൾ, അതായത് സം ഓഫ് n ടേംസ്. നിങ്ങൾക്കറിയാം, അതായത് 10 ടേം, 20 ടേം, 30 ടേം, 40 ടേം, അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത്ത് ടൈം, ഒരു n വരെ ഉണ്ട്. അതായത് ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, എത്രാമത്തെ ടൈമിലോ അത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. 32 ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, നിൽക്കുന്നില്ല. അത് ആളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, എവിടെ നിൽക്കുകയെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ ഇൻഫിനിറ്റ് ടേംസിൻ്റെ GPയുടെ സം കാണാൻ ഇക്വേഷൻ. ഓക്കെ, കണ്ടോ, AR, AR², AR³ AR⁴ അപ് ടു ഇൻഫിനിറ്റി. ഇതിന് എൻഡിങ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണിത്. ഓക്കെ, A/1 - R. ഓക്കെ, ഇത് പഠിച്ചു വയ്ക്കാം. ഈ ചാപ്റ്ററിൽ മൊത്തം പഠിക്കാനുള്ള ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. വലിയ കാര്യമായിട്ടൊന്നുമില്ല ഇക്വേഷൻസ്, കാണാണ്ട് പഠിക്കണമെന്നില്ല. ഒറ്റ എഴുതി വെച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. ഇതെപ്പോഴും റെഫർ ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ക്ലിയർ അല്ലേ? ഇത് ഇൻട്രൊഡക്ഷൻ ക്ലിയർ അല്ലേ ചാപ്റ്ററിൻ്റെ? സംശയം ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും? കമോൺ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ല എല്ലാവർക്കും? ഓക്കെ.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഈ PDF ഗ്രൂപ്പിൽ ഇട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണമെങ്കിൽ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ വിച്ച് ദ നമ്പേഴ്സ്, ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്. -2/7 എക്സ് -7/2 r in GP, ഇത് GPയിലാണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ പറയുന്ന 3 ടേംസും GPയിലാണ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മൾ തൊട്ട് പഠിച്ചൊരു ഇക്വേഷൻ കേട്ടോ. ഇവിടെ എന്താ പറയുക, എയും ബിയും സിയും GPയിലാണെങ്കിൽ ഈ ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, B² = AC ആയിരിക്കും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ പരിപാടി. നിങ്ങൾക്ക് ഇവിടെ ഇത് GPയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നടുവിലത്തെ ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നുള്ളൂ, B² = AC. അതായത് ഈ എക്സ് അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ x² = -2/7 × 7/2 ചെയ്തു. ഈ 7 ഉം 7 ഉം കട്ട് ചെയ്ത് പോയി. ഈ -2ഉം നെഗറ്റീവ് പോസിറ്റീവ് നിങ്ങൾക്ക് 1 കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ +or-1 കിട്ടി. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്തത് നോക്കും, ഫൈൻഡ് ദ 10th ടേം ഓഫ് GP. ഓക്കെ, ഒരു GP ഉണ്ട് നമ്മളെ കയ്യിൽ, അതിൻ്റെ 10ാമത്തെ ടേം കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ GP എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കാം, നമ്മൾ T1 T2 T3 ഇങ്ങനെ പോയി 10 ടേംസ് ഉണ്ട്. ഓക്കെ, ഫൈൻഡ് ദ 10th ടേം ഓഫ് GP ഹൂസ് 3rd ടേം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് 3ാമത്തെ ടേം കാണാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, 3ാമത്തെ ടേം തന്നിട്ടുണ്ട് അല്ലേ. ഹൂസ് 3rd ടേം ഈസ് 24. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എഴുതി, 3rd ടേം 24 എഴുതി. അതേപോലെ 6th ടേം 192 തന്നിട്ടുണ്ട്. ഞാൻ 6th ടേം 192 എന്ന് എഴുതി. കാണാൻ വേണ്ടിയിട്ടുള്ളത് എന്താ, ഫൈൻഡ് ദ 10th ടേം. അപ്പോൾ ഞാൻ 10th ടേം എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചു. പരിപാടി നമ്മൾ ഇൻപുട്ട് എഴുതി നമ്മൾ. ഇനി നമുക്കറിയാം 3rd ടേം എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം, nth ടേം എന്ന് വെച്ചാൽ എങ്ങനെ എഴുതാം. nth ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a × r⁻n−1. അപ്പോൾ 3rd ടേം എന്ന് വെച്ചാൽ എന്തായിരിക്കും, 3rd ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a × r⁻3−1, അതായത് AR² ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 3rd ടേമിന് പകരം 3rd ടേം = 24 വന്നിട്ടില്ലേ, AR² ആയിരിക്കും. ഇതേപോലെ 6th ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, AR⁵ ആയിരിക്കും. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 5 ആയിരിക്കും. 1 കുറച്ചിട്ട് എഴുതാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അകത്ത് മാറ്റി 192 = a × r⁵ എഴുതി. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. ഇത് ജനറൽ ആണ് കേട്ടോ. നമുക്ക് എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് എയും ആറും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് എന്നാലാണ് 10th ടേം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. 10th ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, T10 = a × r⁹9. ഓക്കെ, നമുക്ക് എയും കിട്ടണം ആറും കിട്ടണം, എന്നാലും നമുക്ക് 10th ടേം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ എയും ആറും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നമുക്ക് ഈ പറയുന്ന 3rd ടേമും 6th ടേമും തന്നിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ 2 എയും ആറും കണ്ടുപിടിച്ചോളാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ T6 / T3 ചെയ്തു. അപ്പോൾ എയും കട്ട് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ r⁵5 / r² കിട്ടി. അപ്പോൾ എന്ത് കിട്ടി, r³ എന്നല്ല വരാം, 5 - 2, എനിക്ക് r³ കിട്ടി. r³ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 8 കിട്ടും. അപ്പോൾ r³ = 8 കിട്ടി. ഏത് നമ്പറിനെ ക്യൂബ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 8 കിട്ടുക, ജസ്റ്റ് ആലോചിച്ച് നോക്കുക. 2 × 2 × 2 നിങ്ങൾക്ക് എത്ര കിട്ടി, 8 കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആറിൻ്റെ വാല്യൂ 2 ആണ്. വളരെ ബേസിക് പ്രോബ്ലം ആണ്, തെറ്റിക്കരുത്. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ക്വസ്റ്റ്യൻ തന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, ക്ലിയർ അല്ലത്, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, സംശയമില്ലെങ്കിൽ ഇല്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ക്ലിയർ ആണോ എല്ലാവർക്കും? ഇതേപോലെ നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻ, 3rd ടേം 8th ടേം ആൻഡ് 13th ടേം ഓഫ് എ GP ആർ x, y and z എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രൂവ് ദാറ്റ് x, y and z ആർ ഇൻ GP. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ എഴുതി. ഇതും ഒരു കോമൺ ടൈപ്പ് ചോദ്യമാണ് കേട്ടോ. പ്രൂവ് ദാറ്റ് x, y and z ആർ ഇൻ GP എന്ന് പറയുന്ന പോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പ്രൂവ് ദാറ്റ് പ്രൂവ് ദാറ്റ് y² = xz, ഇങ്ങനെയും ചോദിക്കാറുണ്ട് ഈ പ്രോബ്ലം. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഇത് GPയിലാണ് പ്രൂവ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ y² = xz ആണ് പ്രൂവ് ചെയ്യാൻ പറയും. ഓക്കെ, വേറൊരു പ്രോബ്ലം വരേണ്ടത് പോലെ. അപ്പോൾ നമുക്ക് ചുമ്മാ നോക്കി വയ്ക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇതിൽ തന്നിട്ടുള്ള ടേംസ് നമ്മളിപ്പോൾ T3 3rd ടേം വന്നിട്ടുണ്ട്. 3rd ടേം = എന്താണ്, x ആണ് വന്നിട്ടുണ്ട്. അതേപോലെ 8th ടേം എന്താണ്, y ആണ് വന്നിട്ടുണ്ട്. അതേപോലെ 13th ടേം വന്നിട്ടുണ്ട്, z ആണ് വന്നിട്ടുണ്ട്. T3 = x എന്ന് എഴുതി. T3ക്ക് പകരം എനിക്ക് എന്ത് എഴുതാൻ പറ്റും, AR² എഴുതാൻ പറ്റും. ഇതേപോലെ 8th ടേമിന് പകരം എനിക്ക് AR⁻7 എഴുതാൻ പറ്റും, അത് y ആണ്. T13 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AR⁻12 ആണ്, അതെന്ന് വെച്ചാൽ z ആണ്. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഓക്കെ,
ഇത് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആക്ച്വലി ഞാൻ പറഞ്ഞുതരാം. 3rd ടേം, 8th ടേം, 13th ടേം, ഇതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് നോക്കി. 3 കഴിഞ്ഞിട്ട് 4, 5, 6, 7, ഇതിൻ്റെ ഇടയിലൊരു 4 ടേം ഉണ്ട്. 8 കഴിഞ്ഞിട്ട് നോക്കി 9, 10, 11, 12, ഇതിൻ്റെ ഇടയിലും ഒരു 4 ടേം ഉണ്ട്. സോ ഇതിൻ്റെ ഇടയിലത്തെ ടേമുകൾ 4 എണ്ണമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് പറയാൻ പറ്റും? നേരത്തെ പറഞ്ഞ പോലെ ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണെന്ന് പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ ഇടയിലുള്ള ടേംസും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും കേട്ടോ? നമുക്ക് ഇതിനെ എങ്ങനെ പ്രൂവ് ചെയ്താൽ മതി? ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി എന്ന് പറഞ്ഞിട്ട് പ്രൂവ് ചെയ്താൽ മതി ഇതിനെ. ഇത് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ജി പി ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഇത് ബി സ്ക്വയർ അല്ല, നമുക്ക് തന്നിട്ടുള്ളത് എക്സും വൈയും ഇസെഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സെഡ് ആണ് പ്രൂവ് ചെയ്താൽ നമുക്ക് ഇത് ജി പി ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇത് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സെഡ് ആണെന്ന് പ്രൂവ് ചെയ്താൽ ഇത് ജി പി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് സെയിം പ്രോബ്ലം നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് വൈ സ്ക്വയർ കാണാം ആദ്യം. ഓക്കെ, അപ്പോൾ വൈ സ്ക്വയർ എഴുതി ഞാൻ. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ആർ റേസ് ടു 7 അല്ലേ? വൈയോട് അറിയാം നമുക്ക്, എ ആർ റേസ് ടു 7 ആണ്. അതിനൊന്ന് സ്ക്വയർ ചെയ്തു ഞാൻ. അപ്പോൾ എ സ്ക്വയർ ആർ റേസ് ടു 14 കിട്ടി അല്ലേ? അപ്പോൾ എനിക്ക് എ വൈ സ്ക്വയർ കിട്ടി. ഇതേപോലെ എക്സും സെഡും കാണാം എനിക്ക്. അപ്പോൾ എക്സ് ഇൻറ്റു സെഡ് കാണാം. എക്സിൻ്റെ വാല്യൂ എനിക്കറിയാം, ഇസെഡിൻ്റെ വാല്യൂ എനിക്കറിയാം. അതായത് എ ആർ സ്ക്വയർ ഇൻറ്റു എ ആർ റേസ് ടു 12 ചെയ്തു. അപ്പോൾ എനിക്കിവിടെ എ സ്ക്വയർ 12 + 2 14 കിട്ടി. എ ആർ റേസ് ടു 14 കിട്ടി. നോക്കിയേ, വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി എനിക്ക്? ഇത് 2 ഈക്വൽ അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സെഡ് ആണ്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും എക്സ് വൈ ആൻഡ് സെഡ് ആർ ഇൻ ജി പി. ഓക്കെ, സെയിം ഒരു പ്രോബ്ലം ഞാൻ കാണിച്ചിട്ട് ഇത് കണ്ടോ? നിങ്ങൾക്ക് 5th ടേം തന്നിട്ടുണ്ട്, 8th ടേം തന്നിട്ടുണ്ട്, 11th ടേം തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് 5th ടേം എന്ന് വെച്ചാൽ പി ആണ്, 8th ടേം എന്ന് വെച്ചാൽ ക്യൂ ആണ്, 11th ടേം എന്ന് വെച്ചാൽ എസ് ആണ്. ഇപ്പോഴും നോക്കി നോക്കി, T5 പറയടാ എന്ത് വെച്ചാ? വോയിസ് കട്ടാവുന്നുണ്ടോ? എല്ലാവർക്കും കട്ടാവുന്നുണ്ടോ? കട്ടാവുന്നുണ്ട്. ഓക്കെ, നോക്കി ഇപ്പോൾ ക്ലിയർ ഉണ്ടോ? ഹലോ, ഓക്കെ നോക്കട്ടോ. നമുക്ക് 5th ടേം വന്നിട്ടുണ്ട്, 8th ടേം വന്നിട്ടുണ്ട്, 11th ടേം വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേണം. പ്രൂവ് ദാറ്റ് ക്യൂ സ്ക്വയർ കട്ടാവുന്നുണ്ടോ? കട്ടാൻ സാധ്യത കുറവാണല്ലോ. എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. സാർ, കേൾക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് 5th ടേം വന്നിട്ടുണ്ട്, 8th ടേം വന്നിട്ടുണ്ട്, 11th ടേം വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി എസ് ആണ്. അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ? ഇതേപോലെ T5 എന്ന് വെച്ചാൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എ ആർ റേസ് ടു 4. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 4 വരും. T8 എന്ന് വെച്ചാൽ എന്ത് എഴുതാൻ പറ്റും? എ ആർ റേസ് ടു 7, ഒന്ന് കുറച്ച് എഴുതി. ഇതേപോലെ എ ആർ റേസ് ടു 10 എഴുതി. എനിക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി എസ് ആണ്. നേരെ തന്നെ ക്യൂ സ്ക്വയർ കാണാം, അതായത് ഇതിനെ പിടിച്ചിട്ട് സ്ക്വയർ ചെയ്യാം. അപ്പോൾ എ സ്ക്വയർ ആർ റേസ് ടു 14 കിട്ടി, എനിക്ക് ക്യൂ സ്ക്വയർ കിട്ടി. ഇതുപോലെ പി ഇൻറ്റു എസ് കാണാം. പി എന്ന് വെച്ചാൽ എനിക്ക് അറിയാം എ ആർ റേസ് ടു 4 ആണ്. അതേപോലെ എസ് എന്ന് വെച്ചാൽ എ ആർ റേസ് ടു 10 ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്കിവിടെ എ സ്ക്വയർ വന്നു, ആറിൻ്റെ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യാം. 10ഉം 4ഉം ആഡ് ചെയ്തു, എനിക്ക് എ സ്ക്വയർ ഇൻറ്റു 10 റേസ് ടു 14 കിട്ടി. ഓക്കെ, 10 അല്ലല്ലോ, 6 അല്ല വരും ഇവിടെ 6 ആണ് കേട്ടോ. എ സ്ക്വയർ ഇൻറ്റു ആർ റേസ് ടു 14 കിട്ടി. അപ്പോൾ എന്ത് ചെയ്താൽ പറ്റും? എനിക്ക് ഇത് രണ്ട് ഈക്വൽ അല്ലേ? സോ പ്രൂവ് ആയത്. ഓക്കെ,
ഓക്കെ. ഇത് ഇതിൻ്റെ കണ്ടിന്യൂ കേൾക്കും അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പം കേൾക്കുന്നില്ലേ? ഓക്കെ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. ഇഫ് എക്സ് വൈ ആൻഡ് സെഡ്, ഓക്കെ, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആണ്, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അതായത് ഇഫ് എക്സ് വൈ ആൻഡ് സെഡ് ഇൻ ദ എബവ് സാറ്റിസ്ഫൈ ദി ഇക്വേഷൻ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന്, ഈ ഒരു സംഭവം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. മേലത്തെ ഇക്വേഷൻ, അതായത് മേലത്തെ ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടിയത്? മേലത്തെ ഇക്വേഷനിൽ നമുക്ക് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ഇസെഡ് ആണ് കിട്ടി. ഓക്കെ, ഈ ഒരു ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ എങ്ങനെയെങ്കിലും ഈ ഇക്വേഷൻ ആക്കാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഇക്വേഷൻ ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നമുക്ക് അറിയാവുന്ന ഈ ഇക്വേഷൻ ഇതിൽ നമ്മളിവിടെ എഴുതി. വി നോ ഫ്രം ദ ലാസ്റ്റ് പ്രോബ്ലം നമ്മൾ പ്രൂവ് ചെയ്തു എന്ത്? വൈ സ്ക്വയർ ഈസ് ലാസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തു എന്ത്? വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സെഡ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് പ്രോബ്ലത്തിൽ. ഓക്കെ, അതെടുത്തിട്ട് നമ്മളിവിടെ എഴുതി. ഫ്രം ദ ലാസ്റ്റ് പ്രോബ്ലം വി നോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സെഡ് ആണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും ഇതിലേക്ക് എത്തിക്കണം. എളുപ്പമല്ലേ നമുക്ക്? ഞാൻ ഈ എക്സ് സെഡിനെ താഴത്തേക്ക് എടുത്തു. ഓക്കെ, അതായത് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സെഡ് ആണ് നമുക്കറിയാം. അപ്പോൾ ഞാൻ വൈ സ്ക്വയർ ബൈ എക്സ് സെഡ് എന്ന് എഴുതി, ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി എന്ത് എഴുതാൻ പറ്റും? നമുക്ക് പ്രൂവ് ചെയ്യുന്നത് y raised to 10 അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ 10 ആക്കാൻ പറ്റും? ഒരു 5 കൊണ്ട് മുകളിൽ നിന്നും താഴെയും പവർ ചെയ്താൽ പോരെ. ഓക്കെ, ഇവിടെ ഒരു ഹോൾ റേസ് ടു 5 കൊടുക്കുക, ഇവിടെയും ഒരു ഹോൾ റേസ് ടു 5 കൊടുക്കുക. അപ്പോൾ എന്തായി? y raised to 10 ആയി. ഇവിടെ എക്സ് z raised to 5y is equal to 1 കിട്ടി. അതല്ലേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത്ര ഉള്ളൂ പരിപാടി കേട്ടോ. അപ്പോൾ ടേക്ക് ദ പവർ ലെഫ്റ്റ് സൈഡിലും, അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും LHSലും RHSലും 5ൻ്റെ പവർ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതേപോലെ പവർ എടുക്കാം മേലും താഴെയും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതും റിപ്പീറ്റഡ് ആണ് കേട്ടോ, കുറേ കൊല്ലം റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP. ഓക്കെ, ആദ്യത്തെ 3 ടേമുകളുടെ സമ്മ് തന്നിട്ടുണ്ട് 39/10 ആൻഡ് ദെയർ പ്രൊഡക്റ്റ് ഈസ് 1 തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ കോമൺ റേഷ്യോ ആൻഡ് ദ ടേംസ്. കോമൺ റേഷ്യോ എന്ന് വെച്ചാൽ 6 കണ്ടുപിടിക്കണം, അതേപോലെ ടേംസും കണ്ടുപിടിക്കണം. അതായത് ഒരു GPയിൽ 3 ടേം ഉണ്ടെന്നല്ല പറഞ്ഞിട്ടല്ലേ? അതായത് T1 ഉണ്ട്, T2 ഉണ്ട്, T3 ഉണ്ട്, 3 ടേംസ് ഉണ്ട്. അപ്പോൾ ഈ 3 ടേംസും കണ്ടുപിടിക്കണം, 6ഉം കണ്ടുപിടിക്കണം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ക്വസ്റ്റ്യനിൽ. അപ്പം നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ ഇങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുള്ളൂ. സോ ഓക്കെ, ഇതെന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേമിന് A/R എടുക്കാം. ഓക്കെ, സെക്കൻഡ് ടേമിന് A എന്ന് എടുക്കാം, തേർഡ് ടേമിന് AR എന്ന് എടുക്കാം. ഓക്കെ, ഇതൊരു GP ആണെന്ന് വിചാരിക്കുക. കാരണം A/Rൻ്റെ ഒപ്പം 6 മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ എനിക്ക് A കിട്ടി, എയുടെ ഒപ്പം 6 മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ എനിക്ക് AR കിട്ടി. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ്, അതായത് കോമൺ റേഷ്യോ 6 ആണ്. ഓക്കെ, അപ്പോൾ 3 ടേംസ്, ലെറ്റ് ദ 3 ടേംസ് ബി A/R, A ആൻഡ് AR. ഇങ്ങനെ എടുക്കുക കേട്ടോ, തെറ്റിക്കരുത്, ഇങ്ങനെ എടുക്കുക എല്ലാ പ്രോബ്ലത്തിലും. അപ്പോൾ ഫസ്റ്റ് ടേമിന് ഞാൻ AR എന്ന് എടുത്തു, A/R എന്ന് എടുത്തു, സെക്കൻഡ് ടേമിന് A എന്ന് എടുത്തു, തേർഡ് ടേമിന് A/R എന്ന് എടുത്തു. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താണ്? ഈ പറഞ്ഞ 3 ടേംസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 1 കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ A/R ഇൻറ്റു A ഇൻറ്റു AR ഇസ് ഈക്വൽ ടു 1 എഴുതി. അപ്പോൾ എന്തായി? ഈ 6ഉം കട്ട് ചെയ്ത് പോയി. എനിക്ക് എന്ത് കിട്ടി? A³ ഇസ് ഈക്വൽ ടു 1 കിട്ടി. അതായത് എയുടെ വാല്യൂ 1 ആണ് കിട്ടി. ഓക്കെ, എയുടെ വാല്യൂ 1 ആയി കിട്ടിയപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? അടുത്തൊരു സംഭവം കൂടി തന്നിട്ടുണ്ട് ഇവർ. ഈ പറയുന്ന A/R പ്ലസ് A പ്ലസ് AR, ഇത് 3ഉം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP ഈസ് 39/10 എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 39/10 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? എനിക്ക് ഇവിടുന്ന് എയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 1 എന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എക്ക് പകരം 1 ഇട്ട് കൊടുത്തു, ഇവിടെയൊക്കെ 1 ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 1/R പ്ലസ് 1 പ്ലസ് R ഇസ് ഈക്വൽ ടു 39/10 കിട്ടി. ഓക്കെ, എന്നിട്ടൊന്നുമില്ല, ഈ 1നെ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തു, ഈ 1നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 1/R. എന്നിട്ട് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ഈ R-നെ ഇങ്ങോട്ട്. സോ 1 പ്ലസ് R² ഡിവൈഡഡ് ബൈ R ഇസ് ഈക്വൽ ടു 39/10 മൈനസ് 1 കിട്ടി. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് സോൾവ് ചെയ്താൽ മതി, കാൽക്കുലേറ്ററിൽ എടുത്ത് സോൾവ് ചെയ്തതിന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും, സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ.
ഓക്കെ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോർഡിനേറ്റ് ഇക്വേഷൻ കിട്ടും. ജസ്റ്റ് കാൽക്കുലേറ്റർ ഉണ്ട്, നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കോർഡിനേറ്റ് ഇക്വേഷൻ സോൾവ് അറിയില്ലേ? അറിയോ? എല്ലാവർക്കും അറിയോ കാൽക്കുലേറ്ററിൽ കോർഡിനേറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയോ? ഇല്ല. എൻ്റെ അടുത്ത് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ കാൽക്കുലേറ്റർ ഉണ്ടാക്കട്ടെ. ഇല്ല. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടുതരാം. എൻ്റെ അടുത്ത് കാൽക്കുലേറ്റർ ഉണ്ടായിരുന്നു, അതിൻ്റെ അത് പോയി. ഓക്കെ, എനിയാവും വളരെ സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് കാൽക്കുലേറ്ററിനകത്ത് നിങ്ങൾക്ക് ഈ വാല്യൂ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഈ രണ്ട് വാല്യൂ കിട്ടും. ഓക്കെ, ഇത്ര ഉള്ള പരിപാടി കോർഡിനേറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കാൽക്കുലേറ്റർ എടുക്കുക. അതിൻ്റെ അകത്ത് ഷിഫ്റ്റ് അമർത്തിയിട്ട് മോഡ് അമർത്താം. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സംഭവം ഉണ്ടാവും, കോർഡിനേറ്റ് ഇക്വേഷൻ എന്ന് പറയും. ax² + bx + c = 0 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു എയും ബിയും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറയും. അപ്പോൾ എയുടെ അകത്ത് 10 കൊടുക്കുക, ബിയുടെ അവിടെ -29 കൊടുക്കുക, സിയുടെ അവിടെ 10 കൊടുക്കുക. എന്നിട്ട് ഈക്വൽ ടു അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറിൻ്റെ 2 വാല്യൂ കാണിക്കും. അത്രേ ഉള്ളൂ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ. അപ്പോൾ ആറിൻ്റെ വാല്യൂ കിട്ടി. സോ നമ്മളടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്, 3 ടേംസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് r = 1 ഇല്ലെങ്കിൽ 5/2 അല്ലെങ്കിൽ 2/2. അപ്പോൾ നമ്മളിത് 2 കേസായിട്ട് എടുക്കണം. ഓക്കെ, നമുക്ക് ആറിന് 2 വാല്യൂ കിട്ടിയില്ലേ? സോ ആറിന് 2 വാല്യൂ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മളിത് കണ്ടുപിടിക്കാൻ പറ്റുള്ള എന്താ, ഫസ്റ്റത്തെ 3 ടേംസ് ആണ്. സോ ആറിന് 5/2 ആണെങ്കിൽ, സപ്പോസ് ഫസ്റ്റ് കേസ് 1, ആറിന് 5/2 ആണെങ്കിൽ ഫസ്റ്റ് ടേം എന്തായിരിക്കും? 5/2. സെക്കൻഡ് ടേം എന്തായിരിക്കും? 5/2ൻ്റെ ഒപ്പം ഒരു 5/2 ഒരു 2/5 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 1 കിട്ടി. അതിൻ്റെ ഒപ്പം അതിൻ്റെ ഇത് മൾട്ടിപ്ലൈ, അപ്പോൾ നിങ്ങൾക്ക് 2/5 കിട്ടി. ഓക്കെ, ഇതേപോലെ തന്നെ r = 2/5 കിട്ടി. സെയിം കേസ് ചെയ്യാം, നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. The first 3 terms of a sequence. Okay, the first 3 terms of a sequence വന്നിട്ടുണ്ട്. 1/3, 1/2, 3/4. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ്, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സീക്വൻസ്. ഇത് എന്ത് ടൈപ്പ് ഓഫ് സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാം? എന്ത് ടൈപ്പാണ്? ജോമെട്രിക് പ്രോഗ്രഷൻ ആണോ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ, അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് 1/3 ആണ്, ഇത് 1/2 ആണ്, 3/4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ജോമെട്രിക് പ്രോഗ്രഷനല്ലേ ചോദിക്കുന്നുള്ളൂ. സോ ഈ ചാപ്റ്ററിൽ മാക്സിമം ജോമെട്രിക് പ്രോഗ്രഷൻ ചോദിക്കുള്ളൂ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് പ്രൂവ് ചെയ്യാനൊന്നും പറയില്ല. അപ്പോൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്താണ്, ഞാൻ ഇത് ഫസ്റ്റ് ടേം ആണ്, ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം. അപ്പോൾ ഞാൻ T2 / T1 ചെയ്തു. T2 / T1 ചെയ്തു, അതായത് 1/2 / 1/3 ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇത് തലതിരിഞ്ഞ് പോലെ 1/2 × 3/1 കിട്ടി. എനിക്ക് 3/2 കിട്ടി ആൻസർ. ഇതേപോലെ തന്നെ T3 / T2 ചെയ്യാം. T3 / T2 ചെയ്യാം. അപ്പോൾ നമുക്ക് 3/4 / 1/2. 1/2 മേലേക്ക് പോകുമ്പോൾ തലതിരിഞ്ഞ് വരും, 2/1 ആയിരിക്കും. സോ 3/4 × 2/1. എനിക്കിപ്പോഴും 3/2 കിട്ടി. അപ്പോൾ എനിക്കത് മനസ്സിലായി, കോമൺ റേഷ്യോ 3/2 ഇത് സെയിം ആണ് ഇതിൽ. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്.
അപ്പോൾ ആറ് സെയിം ആണ് 3/2. അപ്പോൾ നമുക്കിതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ അത് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ 6th ടേം ഓഫ് ദി സീക്വൻസ്. ആറാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നമുക്ക് ഇവിടുന്ന് 6 കിട്ടിയില്ലേ. 6th ടേം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? എപ്പോഴും നമുക്കറിയാം ഇക്വേഷൻ. nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Tn = a × r⁻n−1 ആണ്. 6th ടേം എന്ന് വെച്ചാൽ T6 ആണ്. = a × r⁵ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ 6 കിട്ടിയിട്ടുണ്ട്. a അറിയില്ല. a അറിയോ നമുക്ക്? ഫസ്റ്റ് ടേം അറിഞ്ഞൂടെ ഇവിടെ? a എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം ആണ് കേട്ടോ. a എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ടേമാണ്. ഇതാണ് a. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു a × r⁵. എക്ക് 1/3 ഇട്ട് കൊടുത്തു. 6 നമുക്ക് ഇപ്പം തന്നെ കിട്ടി 3/2. അതോടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ⁻⁵. ഇത് ചെയ്താൽ നമുക്ക് 3/4 / 2/5 കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് എ GP വേർ ദ തേർഡ് ടേം ഇസ് 12 ആൻഡ് ദ 8th ടേം ഇസ് 384. ഇതും സിമ്പിളാണ്. നമ്മളെടുത്ത് എന്താ കണ്ടുപിടിക്കാൻ വേണ്ടല്ലേ? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. ആദ്യത്തെ 10 ടേംസിൻ്റെ സം കണ്ടുപിടിക്കണം. ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് 10 ടേംസിൻ്റെ സം കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? a × 1 - r⁻n ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് 1 - r ആണെന്ന് വിചാരിക്കാം. നമുക്കിതിൻ്റെ അകത്ത് എയും അറിയില്ല ആറും അറിയില്ല. ഓക്കെ, നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് തന്നിട്ടുള്ളത്? തേർഡ് ടേം തന്നിട്ടുണ്ട്. തേർഡ് ടേം എത്രയാണ്? 12. ഇതേപോലെ 8th ടേം വന്നിട്ടുണ്ട് 384. ഇത് രണ്ടും എയും ആറും കണ്ടുപിടിക്കാനുള്ള ക്ലൂസ് ആണ്. അപ്പോൾ നമ്മൾ തേർഡ് ടേം എഴുതി, 8th ടേം എഴുതി. തേർഡ് ടേമിന് പകരം ഞാൻ എന്ത് എഴുതി? ar² എന്ന് എഴുതി. അതേപോലെ 8th ടേമിന് പകരം ഞാൻ എന്ത് എഴുതി? ar⁷ എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് 8th ടേം ഡിവൈഡഡ് ബൈ തേർഡ് ടേം ചെയ്യാം. 8th ടേം തേർഡ് ടേം ചെയ്യുമ്പോൾ നമുക്ക് ഇത് മൈനസ് ചെയ്ത് പോകും. എയും കട്ട് ചെയ്ത് പോയി r⁷ ഡിവൈഡഡ് ബൈ r² വരും. അതായത് എന്ത് വരും? 7 - 2 വരും. r⁵ വരും. ഇത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 32 കിട്ടും. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഏത് ടേമിൻ്റെ ഇതെടുക്കുമ്പോഴാണ് ⁵ എടുക്കുമ്പോഴാണ് 32 കിട്ടുക. 2⁵ ആണ് 32 വരിക. അപ്പോൾ നമുക്ക് r-ൻ്റെ വാല്യൂ 2 കിട്ടി. r-ൻ്റെ വാല്യൂ 2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഇനി a കണ്ടുപിടിക്കണം. ഇവിടെ 6 കിട്ടിയാൽ മതി. ഓക്കെ, ഇനി a കണ്ടുപിടിക്കണം. a കണ്ടുപിടിക്കാനൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഇക്വേഷൻ്റെ അകത്ത് ഓക്കെ, നമുക്ക് 2 ഇക്വേഷൻ ഇല്ലേ? ar² = 12 ഉണ്ട്, ar⁷ = 384 ഉണ്ട്. ഏതെങ്കിലും ഒരു ടേമിൻ്റെ അകത്ത് r-ൻ്റെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് a വാല്യൂ കിട്ടില്ലേ? ഒന്നിൽ ഇതിൽ ചെയ്യാം, ഇതിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റത്തിൽ എടുത്തു ar² = 12. ഇതിൻ്റെ അകത്ത് r-ൻ്റെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എത്ര കിട്ടിയാൽ നമുക്ക്? 2 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? r-ൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 എന്ന് പറഞ്ഞിട്ട് r-ൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് ഡയറക്റ്റ്ലി a-യുടെ വാല്യൂ കിട്ടും. ഇവിടെ അൺനോൺ ടൈം a മാത്രമല്ലേ ഉള്ളൂ. സോ നമുക്ക് a-യുടെ വാല്യൂ ഡയറക്റ്റ്ലി 3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. a-യുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് 10 ടേംസ് അല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതെടുക്കുമ്പോൾ എപ്പോഴും ചെക്ക് ചെയ്യുക, r-ൻ്റെ വാല്യൂ >1 ആണോ r-ൻ്റെ വാല്യൂ <1 ആണോ. ഇത് ഡിപ്പെൻസ് എന്തായിരിക്കും? നമ്മളുടെ സമ്മിൻ്റെ ഇക്വേഷൻ മാറും. r-ൻ്റെ വാല്യൂ >1 ആണെങ്കിൽ എന്തായിരിക്കും? r ആദ്യം വരും. r-ൻ്റെ വാല്യൂ <1 ആണെങ്കിൽ ഫസ്റ്റ് 1 - r വരും. ഇതാണെങ്കിൽ r-1 വരും. സോ നമ്മുടെ ടൈം ഇപ്പോൾ r-നേക്കാളും ഗ്രേറ്റർ കിട്ടിയത്. സോ നമുക്ക് ഇക്വേഷൻ r-1 ആയിരിക്കും കേട്ടോ. a × r⁻n−1 / r-1 ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് എക്ക് പകരം 3 ഇട്ട് കൊടുത്തു, r-ന് പകരം നമ്മൾ എന്ത് ചെയ്തു? 2 ഇട്ട് കൊടുത്തു. n-ന് പകരം സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് അല്ല വേണ്ടല്ലേ. അപ്പോൾ n ആണ് 10, n-ന് 10 ഇട്ട് കൊടുത്തു. സോ 3 × 2⁻10 - 1/2 - 1 ഇതും കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇതിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യേണ്ട, കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ. ഞാൻ അടുത്ത ക്ലാസ്സിൽ എൻ്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടായിരുന്നു, ഓൺ സ്ക്രീൻ കാൽക്കുലേറ്റർ ഉണ്ടായിരുന്നു, നിങ്ങളുടെ കയ്യിലുള്ളതായിരുന്നു. ഞാൻ വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, കാൽക്കുലേറ്ററിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ നമുക്ക് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറേ റിപ്പീറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഇത് ചെക്ക് ചെയ്യാം. ഫൈൻഡ് ദ സം. അതായത് നിങ്ങൾക്ക് ഇങ്ങനൊരു സീക്വൻസ് വന്നിട്ടുണ്ട് 7 7 7 7 7. ഓക്കെ, 7 77. ഇതിങ്ങനെ പൊക്കോണ്ട് വന്നിട്ട് എൻഡിൽ പോയിട്ട് എൻഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു സീക്വൻസ് വന്നിട്ട് ഇതിൻ്റെ സം കാണാൻ പറഞ്ഞു.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സം കാണാം, എസ് എൻ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഇടയിലൊക്കെ പ്ലസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെന്തായി, സം ഓഫ് n ടേംസ് ആയി. അപ്പോൾ ഇത് കാണാമെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇക്വേഷൻ ഇല്ല. നമുക്ക് എങ്ങനെയെങ്കിലും നമുക്കൊരു ഒരു ആൻസർ കിട്ടില്ല, ഒരു ഇക്വേഷനാണ് കിട്ടുക. കണ്ടോ, ഒരു ഇക്വേഷനാണ് കിട്ടുക. നമ്മൾ n ടേംസ് ആയിട്ടുള്ള എത്ര ടേം എന്ന് പറഞ്ഞിട്ടില്ല, 10 ടേമോ 20 ടേമോ ഒന്നും പറഞ്ഞിട്ടില്ല. n ടേംസിൻ്റെ സം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ പ്രോബ്ലവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ 777 വരുന്ന പോലെ നിങ്ങൾക്ക് 5 5 5 5 വരും. ഓക്കെ, ഇതേപോലെ തന്നെ 8 8 8 8 8 ഇങ്ങനത്തെ പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ഒന്നില്ലെങ്കിൽ 7 വരും, അല്ലെങ്കിൽ 5 വരും, 8 വരും, അല്ലെങ്കിൽ 0.8 വരും. ഓക്കെ, എല്ലാം ഒറ്റ മെത്തേഡിലാണ് ഇത് സോൾവ് ചെയ്യുക. സോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ പറഞ്ഞ 7 അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. ഇതിൻ്റെ അകത്ത് 7 പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ബാക്കി ഇവിടെ ഉള്ള എന്താ 1, പിന്നെ ഇവിടെ ബാക്കി എന്താ വരിക 11, ഇവിടെ 1 1 1, പിന്നെ 1 1 1 1 അപ് ടു n വരെ പോകുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തുനിന്ന് അടുത്ത സ്റ്റെപ്പ് സെയിം ആണ് കേട്ടോ. എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ തന്നെയാണ്. നമുക്കിതിനെ എങ്ങനെയെങ്കിലും 9 ആക്കണം. ഓക്കെ, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിന് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലെയും താഴെയും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, ഇക്വേഷനിൽ നോക്കി മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ 9. ഇതിന് ഞാൻ മേലെയും താഴെയും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇക്വേഷന്. ബാക്കി ഈ ബ്രാക്കറ്റ് അങ്ങനെ തന്നെ എടുത്ത് എഴുതി, ഈ ബ്രാക്കറ്റ് അങ്ങനെ തന്നെ എടുത്ത് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ ഈ 9 ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, ഓരോന്നിലേക്കും മൾട്ടിപ്ലൈ ചെയ്തു, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് 9 കിട്ടി, 99 കിട്ടി, 999 കിട്ടി, അപ് ടു n ടേംസ് ഉണ്ട്. ഓക്കെ, ഈ 7/9 ഇവിടെ തന്നെ കിടന്നോട്ടെ. ഇപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ 5 ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 5/9 ഇൻറ്റു ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളത് സെയിം ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കാം. ആകെ വ്യത്യാസം വരാം ഈ പറഞ്ഞ ടൈമാണ്. ഇവിടെ 7/9 5/9 8/9 എന്ത് വേണമെങ്കിലും വരും. ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് സെയിം ആയിരിക്കും. സോ ഈ 10ന് പകരം, അതായത് 9ന് പകരം 999 പകരം നമ്മൾ 10 - 1 എഴുതി. 10 - 1 നമുക്ക് 9 കിട്ടും. 99ന് പകരം നമ്മൾ 100 - 1 എഴുതി. ഇതേപോലെ 999 പകരം നമ്മൾ 1000 - 1 എഴുതി. ഓക്കെ, ഇങ്ങനെ നമ്മൾ എഴുതി പോയി. സോ അപ് ടു എക്സിറ്റ് ആണ് എഴുതിയിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ, ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എല്ലാം സെയിം സ്റ്റെപ്പാണോ. ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഈ 1നെ പുറത്തേക്ക് എടുത്തു. -1 -1 -1 എല്ലാവർക്കും -1 കോമൺ ആണ്. സോ നമ്മൾ ഇവിടുന്ന് -1 തന്നെ പുറത്തേക്ക് എടുത്തു. സോ നെഗറ്റീവിനെ ആദ്യം പുറത്തേക്ക് എടുത്തു. സോ നമുക്ക് പിന്നെ ഉള്ളത് 1 1 1 1 1 1 അല്ലേ. സോ നമ്മളിങ്ങനെ 1 + 1 + 1 + എക്സിട്ര അപ് ടു n വരെ എഴുതി. ഓക്കെ, പിന്നെ ഇവിടെ ബാക്കി വരുന്നത് ആരൊക്കെയാണ്, ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇവിടെ 10 വന്നു. സോ നമ്മൾ 10 എഴുതി, പിന്നെ ഈ പ്ലസ് എടുത്ത് എഴുതി. പിന്നെ ഇവിടെ ബാക്കി വരുന്നത് 100 ആണ്, 100 എഴുതി. പിന്നെ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ആ പ്ലസ് എഴുതി. പിന്നെ 1000 ഉണ്ട്, 1000 എഴുതി. പ്ലസ് എക്സിട്ര അപ് ടു n ടൈംസ് ഉണ്ട്. ഓക്കെ, ഈ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സം കാണാം. സിമ്പിളാണ്. അതായത് 1 + 1 + 1 + 1 + 1 ഇതിങ്ങനെ പോവുകയാണെന്ന് വയ്ക്കുക. അപ് ടു എത്ര പോവാണ്, ഇതിപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. 4 1 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 4 കിട്ടും. 5 1 ആഡ് ചെയ്താൽ 5 കിട്ടും. അപ്പോൾ n 1s ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, n അല്ലേ കിട്ടാം. സോ അതാണ് ഇതിനെ n എഴുതിയത്. അതായത് നമ്മൾ 8 പ്രാവശ്യം 1നെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും, 8 എന്നല്ല കിട്ടുക. സോ ഇതേപോലെ 1 n പ്രാവശ്യം ആഡ് ചെയ്ത് നോക്കി, n ടൈംസിനെ നമ്മൾ 1 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ n ആ കിട്ടാം. ഓക്കെ, നമ്മുടെ n എഴുതി. സോ ബാക്കി ഇവിടെ 10 + 100 + 1000 ഉണ്ട്. ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ ഇടയിലുള്ള കോമൺ ഡിഫറൻസ് 10 ആണ്. ഓക്കെ, ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 6ൻ്റെ വാല്യൂ 10 ആണ്. ഫസ്റ്റ് ടേം എ എത്രയാണ്, 10 ആണ് അല്ലേ. ഇതിൻ്റെ ഫസ്റ്റ് ടേം ഇതാണ് നിങ്ങളുടെ എ. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 6 10 ആണ്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സം കണ്ടുകൂടെ, ഈ പറഞ്ഞ ടൈമിൻ്റെ സം കണ്ടുകൂടെ. എന്ത് ഇക്വേഷൻ, സം കാണാനുള്ള ഇക്വേഷൻ a × r⁻n - 1/r - 1. ഇവിടെ ഈ ഇക്വേഷൻ എടുക്കാനുള്ള കാരണം ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തത്. സോ നമുക്ക് ആറിൻ്റെ വാല്യൂ 10 കിട്ടി. സോ ജസ്റ്റ് ഇവിടെ ആറിന് പകരം 10 ഇട്ട് കൊടുക്കുക, എക്ക് പകരം 10 ഇട്ട് കൊടുക്കുക, എന്നിന് പകരം 1 ഇട്ട് കൊടുക്കാനില്ല. സോ നമ്മൾ എന്നിന് പകരം n തന്നെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ 10 × 10⁻n - 1 ഹോൾ ഡിവൈഡഡ് ബൈ 10 - 1 - 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇത്രേ ഉള്ളൂ പരിപാടി. ഇത് സോൾവ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടാം. ഓക്കെ, സോ ഇതേപോലത്തെ ഒരു പ്രോബ്ലം നമുക്ക് ചോദിക്കും.
ഇത് കണ്ടോ 0.8888 ഒരു ടൈപ്പ് ഉണ്ട്, ഇതുപോലെ തന്നെ ചോദിക്കുന്നതാണ്. ഇതേപോലെ പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നല്ലോ. കണ്ടോ, നിങ്ങൾക്ക് ഫൈൻഡ് ദ സം ഓഫ് കണ്ടോ 5 5 5 5 5 5 5 5 5 പ്ലസ് എക്സെട്ര അപ് ടു n. ഇതിൻ്റെ സം കാണാൻ പറ്റുന്നത് സെയിം മെത്തേഡാണ്, ഒരു വ്യത്യാസമില്ല. ആകെ ഇതിൽ വ്യത്യാസം വരിക നിങ്ങൾക്ക് ഈ ആൻസറിൽ ഇവിടെ 5/9 കിട്ടും. ഓക്കെ, ആ ആൻസറിലാണെങ്കിൽ നിങ്ങൾക്ക് 5/9 കിട്ടും, ഈ ആൻസറിലാണെങ്കിൽ നിങ്ങൾക്ക് 7/9 കിട്ടും. ആകെ അത്രയും വ്യത്യാസം വരുള്ളൂ, അത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതും ചെക്ക് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇൻസേർട്ട് 3 നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, ഇൻസേർട്ട് വല്ലതും പറയാനുണ്ടോ? രഞ്ജിനി സംശയം ഉണ്ടോ? ഓക്കെ, ഇൻസേർട്ട് 3 നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ 1 and 256. നിങ്ങൾക്ക് 2 നമ്പർ വന്നു, 1ഉം 256 തൊട്ട് നമ്പർ വന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു 3 ടേംസിനെ ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ഒരു ജി പി ആയിരിക്കണം. ജി പി എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 4 8 16 എന്നൊക്കെ പറയുന്ന പോലെ ഒരു ജി പി ആയിരിക്കണം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന 3 ടേംസ്. ഓക്കെ, എല്ലാം ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും വന്നിട്ടുള്ളൂ. നമുക്ക് എങ്ങനെയും 6 കണ്ടുപിടിക്കണം അല്ലേ, എന്നാലല്ലേ ഇതിൻ്റെ സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് ആലോചിക്കപ്പോൾ ആ ലോജിക്കാണ് കൂടെ കത്തേണ്ടത്. ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട്, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടൈം എ. നിങ്ങൾക്ക് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്താ എളുപ്പം? എ 6 ചെയ്താൽ സെക്കൻഡ് ടൈം കിട്ടും. തേർഡ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ AR² ചെയ്താൽ മതി. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം അറിയാം, ലാസ്റ്റ് ടൈം അറിയാം. അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട്, അതാണ് എ തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത്ത് ടൈം, 5ാമത്തെ ടൈമാണ് 256 തന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കാം. ആ ഒരു കോൺസെപ്റ്റ് മാത്രം കത്തിയാൽ മതി. 5ാമത്തെ ടൈമാണ് 256. സോ ഞാൻ T5 = 256 എഴുതി. 5ാമത്തെ ടൈം എന്ന് വെച്ചാൽ എന്താ പറയുക? T5 = AR⁴. അതായത് ഞാൻ AR⁴ = 256 എഴുതി. നമുക്ക് ഇവിടുന്ന് എയുടെ വാല്യൂ അറിയാം, 1 എന്നറിയാം. സോ ഞാൻ ഈ എക്ക് പകരം 1 എന്നിട്ട് എടുത്തു. സോ R⁴ = 256 കിട്ടി. ഇത് R = 4 എന്ന് കിട്ടും. ഇതും കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പക്ഷേ എൻ്റെ അടുത്ത് കാൽക്കുലേറ്റർ ഇല്ലെന്ന് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. കാൽക്കുലേറ്ററിൽ തന്നെ സോൾവ് ചെയ്യാമോ? ഓക്കെ, അതായത് നിങ്ങൾ കാൽക്കുലേറ്ററിൻ്റെ അകത്തേ ഇങ്ങനത്തെ സംഭവം കണ്ടുണ്ടോ? ഒരു റൂട്ട് ഉണ്ടാവും, ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടാവും, ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടാവും. ഓക്കെ, കാൽക്കുലേറ്ററിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ കാൽക്കുലേറ്റർ എടുക്കുക, ഇതിൻ്റെ അകത്ത് ഈ സ്ഥലത്ത് 256 ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഇവിടെ 4 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് സ്ക്വയർ റൂട്ട് അല്ല, 4th റൂട്ടാണ്. സോ 4th നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്ററിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണാം. ഓക്കെ, ഈ ഒരു ഓപ്ഷനിൽ ഈ ബോക്സിൻ്റെ അകത്ത് 256 ടൈപ്പ് ചെയ്യാം. കാരണം 256ൻ്റെ എന്താ കാണണ്ടേ? 4th റൂട്ടാണ് കാണണ്ടേ. സോ ഇവിടെ 4 ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 4 എന്ന് കിട്ടുക ആൻസർ. ഓക്കെ, ഇതിൻ്റെ ക്യൂബ് റൂട്ട് കാണണമെങ്കിൽ 256 ഇടാം, ഇവിടെ 3 ഇടിച്ചു കൊടുക്കാം. ഇവിടെ എത്ര? ഇവിടെ 16 ആണെന്ന് വയ്ക്കുക. അപ്പോൾ R⁴ ആണ് കാണേണ്ടതെന്ന് വയ്ക്കുക. അപ്പോൾ ക്യൂബ് റൂട്ട് ഇടുക, ക്യൂബ് റൂട്ട് അല്ല, ഈ സംഭവം സെലക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്യുക, ഇവിടെ 16 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ 16th പവർ കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി എന്താ പറയുക, T2 = ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. ഇപ്പോൾ നോക്കി, നമുക്ക് 6ഉം കിട്ടി, എയും കിട്ടി. സോ നമുക്ക് എന്താ കാണേണ്ടി? സെക്കൻഡ് ടൈമും തേർഡ് ടൈമും ഫോർത്ത് ടൈമും. സെക്കൻഡ് ടൈം കാണാനുള്ള ഇക്വേഷൻ എന്താ? T2 = AR⁴. ഓക്കെ, AR⁴. സോ ഫസ്റ്റ് ടൈമിൻ്റെ എക്ക് 1 കൊടുത്തെടുത്തു, ആറിന് 4 ഇട്ട് കൊടുത്തു. സോ 1 × 4 4 കിട്ടി. ഇതേപോലെ തേർഡ് ടൈം AR², എക്ക് 1 ഇട്ട് കൊടുത്തു, ആറിന് 4 ഇട്ട് കൊടുത്തു, 4², 1 × 4² 16 കിട്ടി. ഇതേപോലെ
ഇതേപോലെ തന്നെ ഫോർത്ത് ടേം T4 is equal to AR cube. എക്ക് 1 ഇട്ട് കൊടുത്തു, ആറിന് 4 ഇട്ട് കൊടുത്തു. സോ 4 ക്യൂബ് 1 into 4 ക്യൂബ് 64. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ടേം നമുക്കറിയാം, ലാസ്റ്റ് ടേം നമുക്കറിയാം. കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത് ഇതിൻ്റെ ഇടയിലുള്ള 3 ടേംസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചു. 4, 16, 64. ഇതുപോലെ നമ്മൾ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പിന്നെയും ചോദിക്കും, ഫൈൻഡ് ദ ജോമെട്രിക് മീൻ. ജോമെട്രിക് മീൻ കാണാൻ പറഞ്ഞു. ജോമെട്രിക് മീൻ കാണാൻ പറഞ്ഞ ഒന്നുമില്ല. 16ഉം 14ഉം എന്ന് പറഞ്ഞ രണ്ട് ടേംസിൻ്റെ ജോമെട്രിക് മീൻ കാണാൻ പറഞ്ഞ റൂട്ട് ഓഫ് 16 into 14 അല്ല കേട്ടോ, അത് 4 ആണെന്ന് തോന്നുന്നുണ്ട്. 16 into 4 നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. ഓക്കെ, നമുക്ക് 64 കിട്ടും. അപ്പം നമുക്ക് 8 കിട്ടും. ഈ പ്രോബ്ലം സെയിം മെത്തേഡാണ്, ഒരു വ്യത്യാസമില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആൻസർ ഈ പറഞ്ഞ പോലെ ഇവിടെ 5/9 കിട്ടും. ഓക്കെ, അതേപോലെ നോക്കി ഈ പ്രോബ്ലം നോക്കി നോക്കിയാൽ the nth term of a GP is, ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സീരീസ് തന്നിട്ടുണ്ട് 5, 25, 125. ഇതിൻ്റെ nth ടേം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് nth ടേം TN, nth ടേം ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് 6 കിട്ടും. 6 കിട്ടാൻ എന്താ പരിപാടി? 25/5 ചെയ്യാം. അതായത് T2 ഡിവൈഡ് ബൈ T1 ചെയ്യാം. സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം ചെയ്യാം. 25/5 ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 6ൻ്റെ വാല്യൂ 5 എന്ന് കിട്ടി. ഫസ്റ്റ് ടേം നമുക്ക് അറിയാം, ഫസ്റ്റ് ടേം 5 അല്ലേ? സോ എയുടെ വാല്യൂ 5 ആണെന്നറിയാം. സോ TN is equal to A into R raised to N സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് എക്ക് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആറിന് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ടും ആറിനും എക്കും 5 അല്ലേ കിട്ടിയത്. നമ്മളോട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് N-1 എഴുതി. സോ 5 എന്ന് വെച്ചാൽ 5/1 ആണ്. സോ 5/N-1 ഉണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 + N-1 കിട്ടി. ഈ 1ഉം 1ഉം കട്ട് ചെയ്ത് പോയി നമുക്ക് 5/N കിട്ടും. സോ ഇതിൻ്റെ അകത്ത് ആൻസർ ചൂസ് ചെയ്യാം, 5/N. ഓക്കെ, ഈ ഒരു പ്രോബ്ലം സെയിം ആണ്. നിങ്ങൾ സ്വയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ പ്രോബ്ലം. ഓക്കെ, ഒരു വ്യത്യാസമില്ല, അതുപോലെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം ഇത് പോയിന്റ് ആണെന്നുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, സംശയം എടുത്ത് ചോദിച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ. പിന്നെ നോക്കി ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP. ഓക്കെ, നിങ്ങൾക്ക് ആദ്യത്തെ 3 ടേംസിൻ്റെ സം തന്നിട്ടുണ്ട് 13/2. അതേപോലെ ഈ പറഞ്ഞ 3 ടേംസിന് പ്രൊഡക്റ്റ് -1 തന്നിട്ടുണ്ട്. ഓക്കെ, ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP ഈസ് 13/12 ആൻഡ് ദെയർ പ്രൊഡക്റ്റ് ഈസ് -1. ഫൈൻഡ് ദ കോമൺ റേഷ്യോ ആൻഡ് ദ ടേം. നമ്മൾ കുറച്ച് നേരത്തെ നോക്കിയൊരു പ്രോബ്ലമാണിത്. ഇത് കണ്ടോ, ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP ഈസ് 39/10 തന്നിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ പ്രൊഡക്റ്റ് 1 ആണ് തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ടേമിനെ A/R എടുത്തു, സെക്കൻഡ് ടേമിനെ A എടുത്തു, തേർഡ് ടേമിനെ AR എടുത്തു. ഇതുപോലെ തന്നെയാണ് ഈ പ്രോബ്ലം. ഓക്കെ, സെയിം മെത്തേഡാണ്. അതായത് ഫസ്റ്റ് ടേമിനെ നമ്മൾ A/R എടുത്തു, സെക്കൻഡ് ടേമിനെ A എടുത്തു, തേർഡ് ടേമിനെ AR എടുത്തു. സോ ഇതിൻ്റെ ഒരു വ്യത്യാസം, ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇതിന് നെഗറ്റീവാണെന്ന് വന്നിട്ടുണ്ട്. അതേപോലെ ഈ പറഞ്ഞ 3 ടേംസും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 13/2. അത്രേ ഉള്ളൂ വ്യത്യാസം. സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഫൈൻഡ് ദ 6th ടേം ഓഫ് എ GP. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സീക്വൻസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ 6th ടേം കാണാൻ പറഞ്ഞു. ഒന്നുമില്ല, ആദ്യം 6 കണ്ടുപിടിക്കാം. 6 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഇത് T2 ആണ്, ഇത് T1 ആണ്. T2 ഡിവൈഡഡ് ബൈ T1 ചെയ്യാം. സോ നിങ്ങൾക്ക് എന്ത് കിട്ടും? 6 കിട്ടും. 6 എനിക്ക് 1/2 കിട്ടി. അതേപോലെ ഫസ്റ്റ് ടൈം എനിക്കറിയാം എന്താണ് എയുടെ വാല്യൂ 1/2 ആണ്. 6th ടൈം കണ്ടുപിടിക്കാൻ T6 കണ്ടുപിടിക്കുക, AR raised to 5 കണ്ടുപിടിക്കുക. എയും കിട്ടി, ആറും കിട്ടി. നേരെ നിങ്ങൾക്ക് 1/64 ആൻസർ കിട്ടി. ഇത് ചൂസ് ചെയ്യുക 1/64.
ഓക്കെ. ഇതുപോലെ തന്നെ ഇതിൻ്റെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം, T2 എടുക്കുക, T1 എടുക്കുക. സോ T2 ഡിവൈഡഡ് ബൈ T1 ചെയ്യാം, 5/4 ഡിവൈഡഡ് ബൈ 5/2. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ 5/2ൻ്റെ ഒപ്പം ഒരു 1/2 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 1/4 ആയത്. 5/4ൻ്റെ ഒപ്പം ഒരു 1/2 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇതൊരു 5/8 ആയത്. സോ അങ്ങനെ മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി 1/2 എഴുതാം. അല്ലാന്ന് വെച്ചാൽ ഇത് ഇൻഡിവിജ്വലി സോൾവ് ചെയ്യാം. ഇൻറ്റു 2/5 കിട്ടും. ഈ 5 5 കട്ട് ചെയ്ത് പോയി 2 2 കട്ട് ചെയ്ത് നിങ്ങൾക്ക് 1/2 കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലം ചെക്ക് ചെയ്യാം. ഇതും വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്താ പറയുക, ഇത് nth ടൈം ഓഫ് GP. നിങ്ങൾക്കൊരു GP തന്നിട്ടുണ്ട്. ഇത് 5, 5/2, 5/4, -5/8 അങ്ങോട്ടൊരു GP തന്നിട്ടുണ്ട്. ഈ GPയുടെ nth ടൈം നമുക്കറിയില്ല എത്രാമത്തെ ടൈമാണ്. nth ടൈം 5/104 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ. ആ nth എന്ന് വെച്ചാൽ എത്രാമത്തെ ടൈമാണെന്ന് ചോദിക്കണം. അതായത് 5, -5/2, -5 + 5/4, -5/8. ഇതിങ്ങനെ പോയി എന്താ പറയുക, nth ടൈമാണെന്ന് പറഞ്ഞില്ല. ഓക്കെ. nth ടൈം 5/1024 ആണ് തന്നിട്ടുണ്ട്. സോ ഇത് ഫസ്റ്റ് ടൈം ആണെന്നറിയാം, ഇത് സെക്കൻഡ് ടൈം ആണെന്നറിയാം, ഇത് തേർഡ് ടൈം ആണെന്നറിയാം, ഇത് ഫോർത്ത് ടൈം ആണെന്നറിയാം. ഇത് എത്രാമത്തെ ടൈമാണെന്ന് ചോദിക്കണം. ഓക്കെ. ഈ 5/104 എന്ന് വെച്ചാൽ എത്രാമത്തെ ടൈമാണെന്ന് കണ്ടുപിടിക്കണം. 10ാമത്തെയാണോ 20ാമത്തെയാണോ 100ാമത്തെയാണോ നമുക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വേഷനൊക്കെ യൂസ് ചെയ്യുന്നത്. എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും കോമൺ ഡിഫറൻസ് എത്രയാണ്. ഈ 5/2ൻ്റെ ഈ 5ൻ്റെ ഒപ്പം ഒരു -1/2 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് -5/2 കിട്ടിയത്. ഈ -5/2ൻ്റെ ഒപ്പം വീണ്ടും ഒരു -1/2 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് 5/4 കിട്ടിയത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആറിൻ്റെ വാല്യൂ -1/2 ആണ്. ഓക്കെ. സോ ആറിൻ്റെ വാല്യൂ കിട്ടി. സോ ക്വസ്റ്റ്യനിലാണ് പറഞ്ഞിട്ടുള്ള nth ടൈം Tn is equal to AR raised to n minus 1 is equal to 5/1024 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടി 6 കിട്ടി, അതുപോലെ എയും കിട്ടി അല്ലേ. നമുക്ക് 6 കിട്ടിയില്ലേ, -1/2 ആണ്. നമുക്ക് 6 കിട്ടി. ഏതാ നമുക്കറിയാം, ഫസ്റ്റ് ടൈം, അതും കിട്ടി. നമുക്ക് ആ കണ്ടുപിടിക്കാനുള്ളത് ഈ n ആണ്. n ആണ് നമ്മൾ ചോദിച്ചത്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ 5ഉം 5ഉം കട്ട് ചെയ്ത് കളയാം. പിന്നെ -1/2 ഹോൾ റേസ് ടു n minus 1 ഓക്കെ ഇസ് ഈക്വൽ ടു 1/1024 എന്ന് കിട്ടും. ഓക്കെ. ഇത് സോൾവ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നം വരിക. അപ്പോൾ അതായത് -1/2 ഹോൾ റേസ് ടു n minus 1 ഇസ് ഈക്വൽ ടു 1/1024. ഇതെങ്ങനെ മാറ്റിയിട്ട് n കണ്ടുപിടിക്കാമെന്നാണ് ചോദിക്കുക. അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കാം. 2 റേസ് ടു എന്ത് ചെയ്താലാണ്, ഓക്കെ, 2 റേസ് ടു എന്ത് ചെയ്താലാണ് 1024 കിട്ടാന്ന് ചെക്ക് ചെയ്യുക. ഇത് നിങ്ങൾ ഇൻഡിവിജ്വലി ചെക്ക് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്യുക. 2 റേസ് ടു 5 അടിച്ച് നോക്കാം, 2 റേസ് ടു 6 അടിച്ച് നോക്കാം, 2 റേസ് ടു 10 അടിച്ച് നോക്കാം. അങ്ങനെ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് 2 റേസ് ടു 10 ചെയ്യുമ്പോൾ 1024 കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 1/-2 ഹോൾ റേസ് ടു n minus 1 ഇസ് ഈക്വൽ ടു ഇതിനെ മാറ്റി എഴുതാൻ പറ്റണം. 1/2 എന്ന് പറഞ്ഞ ടേംസിൽ എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ -1/2 ഹോൾ റേസ് ടു 10 എന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും, ഇതിൻ്റെ ഉള്ളിലത്തെ ടേം ഈക്വലായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ n minus 1 ഇസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ മാറ്റി എഴുതും. ഇതിനെ 2 റേസ് ടുവിൻ്റെ പവറിലാക്കാനുള്ള റീസൺ നമുക്ക് ഇതിൻ്റെ അകത്ത് 1/2 വരുത്തണം, ഇതിൻ്റെ അകത്ത് -1/2 വരുത്തണം. എന്നാലും നമുക്ക് പവറുകൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാനിതിന് എന്താണ് കൂടുതൽ ക്ലാസ് തുടങ്ങിയോ. ഓക്കെ. കഴിഞ്ഞിടാം. ഇത്രേ ഉള്ളൂ. സോ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ n ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ. സോ n minus 1 ഈസ് ഈക്വൽ ടു 10 കിട്ടി, n ഈസ് ഈക്വൽ ടു 1 കിട്ടി. ഇതേപോലെ തന്നെ ഇതും ചെക്ക് ചെയ്യുക. ഫൈൻഡ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് എ സീരീസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ടേം കാണുന്നുണ്ട്, സെക്കൻഡ് ടേം കാണുന്നുണ്ട്, തേർഡ് ടേം തന്നിട്ടുണ്ട്. ഇതിൻ്റെ സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഒന്നുമില്ല, ജസ്റ്റ് ഇക്വേഷനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 കിട്ടും. 6 എന്ന് വെച്ചാൽ T2/T1 ചെയ്യാം. നമുക്ക് എന്ത് കിട്ടി, 2/3 കിട്ടിയത്. 2/3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനേക്കാളും ചെറുതാണ്. സോ ഫസ്റ്റ് n1 വരുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. എയുടെ വാല്യൂ അറിയാം, ആറിൻ്റെ വാല്യൂ അറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇക്വേഷൻ്റെ അകത്ത്. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്താൽ ഈ ഒരു വാല്യൂ കിട്ടും. ഓക്കെ. ഇത്രേ ഉള്ളൂ. സോ ഈ ചാപ്റ്ററിൽ ഇത്രേ ഉള്ളൂ.
ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഈ ഒരു PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യാം. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി എടുത്ത് നോക്കിക്കോ. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡിൽ എടുത്ത ക്ലാസ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി എടുത്തതാണ്. ഓക്കെ, വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, അപ്പോൾ ശരി, എന്നാൽ വിട്ടു നിങ്ങൾക്ക് ക്ലാസ് ഉള്ളതുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചു, ഞാൻ അവിടെ ഉണ്ടാവും.